എല്ലാവർക്കും ഹായ്. സൂപ്പർമാൻ 2025 സൂപ്പർമാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഐമാക്സിൽ തന്നെ കണ്ടു. ഇത്തവണ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ സൂപ്പർമാൻ അല്ല, ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനാണ്. അതുപോലെ സൂപ്പർമാനായി വരുന്നത് ഹെൻറി കാവിൽ അല്ല, മറിച്ച് ഡേവിഡ് കൊറൻസ്വെറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഇത്തവണത്തെ പുതിയ സൂപ്പർമാൻ? മൊത്തത്തിലൊരു പുതിയൊരു യൂണിവേഴ്സാണ്, DC-യുടെ സിനിമ തന്നെയാണ്. പക്ഷേ മൊത്തത്തിലൊരു അഴിച്ചുപണിയും പുതുമയും എല്ലാം ഉള്ള ഒരു സിനിമയാണ്. ട്രെയിലറിൽ തന്നെ നമുക്കത് കാണാം. അങ്ങനെ ഐമാക്സിൽ തന്നെ കണ്ടു. അതായത് ഈ സിനിമ കാണാൻ പറ്റിയ ബെസ്റ്റ് സ്ക്രീനിൽ, ബെസ്റ്റ് എക്സ്പീരിയൻസിൽ കണ്ടു. അതിനുശേഷമുള്ള ഈ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇതിനപ്പുറം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ഈ സിനിമ സാധിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കണ്ടു. സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത് നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ, പിന്നെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, അങ്ങനെ സാക്ക് സ്നൈഡറിൻ്റെ ഒരു ഡാർക്ക് ടോണിലുള്ള കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സൂപ്പർമാനെയാണ് നമ്മൾ കണ്ടത്. ഒരു ആക്ഷൻ ഹീറോ എന്നതിലുപരി മറ്റൊരു ഒരു ഒരു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൂപ്പർമാനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇത്തവണത്തെ സൂപ്പർമാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തനി ഒരു ഹാപ്പി മൂഡുള്ള ഒരു വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പഴയ സൂപ്പർമാനെ പോലെയല്ല. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് കൊറൻസ്വെറ്റ് ആണ് ഇത്തവണ സൂപ്പർമാനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതുവരെ കണ്ടത് ഹെൻറി കാവിൽ നമ്മുടെ മനസ്സിൽ തന്നെ പതിഞ്ഞ ഒരു സൂപ്പർമാൻ രൂപമാണ്. കാരണം കാണാൻ ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഒരു സൂപ്പർമാനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ബോഡിയും ഒരു ബിൽഡപ്പും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മാറിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പെർഫോമൻസ് വൈസിൽ നമ്മുടെ ഇത്തവണത്തെ ഡേവിഡ് കൊറൻസ്വെറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തെക്കാൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഹെൻറി കാവിലിന്റെ രൂപമാണ് ബെറ്റർ എങ്കിൽ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് ബെറ്റർ. കാണാനും സുന്ദരനാണ്. പിന്നെ ഡയറക്ഷൻ, സാക്ക് സ്നൈഡർ നമുക്ക് സൂപ്പർമാനെ തന്നത് വേറൊരു രീതിയിലാണ്. നമ്മുടെ സൂപ്പർ ഹീറോസ്, ബാറ്റ്മാൻ ആയാലും സൂപ്പർമാൻ ആയാലും മറ്റൊരു രീതിയിലാണ്. കുറച്ച് ഇമോഷണൽ ആയിട്ട്, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള റോളുകളാണ് തന്നിട്ടുള്ളത്. ഡാർക്ക് ആയിട്ടുള്ള ഒരു സൂപ്പർമാനാണ് നമ്മൾ തന്നിട്ട് കണ്ടത്. ഇതുവരെ മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ലാസ്റ്റ് വന്ന സൂപ്പർമാൻ മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്തവണ അത് നമ്മൾ ജെയിംസ് ഗൺ ഫേമസ് ഡയറക്ടറാണ്. ഗാർഡിയൻ ഓഫ് ദ ഗാലക്സിയുടെ ഒക്കെ ഡയറക്ടറാണ്. കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും താഴത്തെ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്തവണത്തെ സൂപ്പർമാൻ. ഐമാക്സിലൊക്കെ തന്നെയാണ് കണ്ടത്. എങ്കിൽ പോലും എനിക്ക് ആ ഒരു പവർ ഒരിക്കലും കിട്ടിയില്ല. അതായത് ശരിക്കും എന്താണ് ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളെ സ്കൂൾ പരുവത്തിലൊക്കെ 1990 കാലഘട്ടത്തുള്ള സ്കൂൾ പരുവത്തിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി എങ്ങനെയാണോ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമ നിൽക്കുന്നത്. യാതൊരു പുതുമയോ അങ്ങനെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാനില്ല. കഥയൊക്കെ വളരെ ഒരു കോമിക്കൽ ആയിട്ടുള്ള, കോമിക്സിന്റെ ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും ഒരു പ്ലോട്ടും ഒരു വില്ലനും അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും നിലവാരം കീപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർമാൻ ആണ് ഇത്തവണ എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരുപാട് പേർ പുകഴ്ത്തി പറയുന്നുണ്ട് ഈ സിനിമയെ. പക്ഷേ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ച നിലവാരത്തിൽ ആ സിനിമ എത്തിയിട്ടില്ല. ഒരുപാട് ആക്ഷൻ സീനുകളുണ്ട്, ബിഗ് ബഡ്ജറ്റ് ആണ്, വൻ ക്യാൻവാസിൽ എടുത്ത ഭയങ്കരമായ വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉള്ള സിനിമയാണ്. എന്തൊക്കെ കാണിച്ചിട്ടും സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് മൈൻഡിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് ജെയിംസ് ഗണ്ണിന്റെ ഡയറക്ഷനിൽ ഇതിൽ കൂടുതൽ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്കത് ഒട്ടും കിട്ടിയിട്ടില്ല എന്നത് സത്യം. സാക്ക് സ്നൈഡർ തന്നെയായിരുന്നു ബെറ്റർ എന്ന് ഇപ്പോൾ തോന്നുന്നു. എനിക്ക് ഈ സിനിമയെ പറ്റി അധികമായി ഒന്നും പറയാനില്ല. പെർഫോമൻസ് വൈസ് കൊള്ളാം. പിന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. കാണാനൊക്കെ വളരെ വിഷ്വലി നല്ല ഇതാണ്. കുട്ടികൾക്ക് എല്ലാ തരത്തിലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഐമാക്സിൽ ബെസ്റ്റ് എക്സ്പീരിയൻസിൽ കണ്ടിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഒരു ആവറേജ് അഭിപ്രായം മാത്രമേ എനിക്ക് സിനിമയെ പറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം, വേണമെങ്കിൽ പരീക്ഷിക്കാം. നിങ്ങൾ എന്തായാലും OTT അല്ലെങ്കിൽ വെബ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒട്ടും പുതുമയില്ലാത്ത ഒരു സാധാരണമായ ഒരു സൂപ്പർമാൻ മൂവിയാണ് ഇത്തവണ വന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.